പുനഃസംഘടിപ്പിച്ച KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചേർന്നു. സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇനി UDF തലത്തിലുള്ള സീറ്റ് വിഭജനവും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിൽ നടത്താനുള്ള ക്രമീകരണങ്ങൾ ആലോചിച്ചു. വളരെ വിജയസാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണുന്നത്, UDF കാണുന്നത്. അതേപോലെ തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. സംഘടനയുടെ ശാക്തീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സത്യത്തിൽ ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ളൊരു വെല്ലുവിളിയാണ്. അവരുടെ അവകാശങ്ങൾ യഥാർത്ഥത്തിലുള്ള നിഷേധമാണ്. ഇതിനായിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി 10 കോടിയിലധികം രൂപ കേരളത്തിന് വെളിയിലുള്ള അന്യഭാഷാ മാധ്യമങ്ങൾക്ക് കൂടി നൽകിയിട്ട് ഒരു പ്രചരണത്തിൻ്റെ ഒരവസരമായിട്ട് മാത്രം അതിനെ മാറ്റുകയായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പോലും ഈ അടുത്ത ദിവസം ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നു, സെക്രട്ടേറിയറ്റിൻ്റെ വെളിപ്പാട് അകലെയാണ് ഒരു വീട്ടമ്മ സരസ്വതി വയോധിക ഭക്ഷണമില്ലാതെ കിടന്നു മരണപ്പെട്ടത്. വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു വീട്ടമ്മ പട്ടിണി മരണത്തിന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ഇരയായി എങ്കിൽ ആരുടെ പട്ടിണിയാണ് മാറ്റിയത്? ഗവൺമെൻറ് തന്നെ എടുത്തിട്ടുള്ള കണക്കുണ്ടായിരുന്നു. LDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താണ്? നിലവിലെ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്നവർ 1.5 ലക്ഷം ആളുകൾ, അതിന് കൂടുതൽ അർഹതയുള്ള ആളുകളെ കൂട്ടി 4.5 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ പറയുന്നു ആകെപ്പാടെ അതിൻ്റെ അകത്ത് 64,000 ആളുകളാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ, ഇവർ അംഗീകരിച്ച 4.5 ലക്ഷത്തിലെ ബാക്കിയുള്ള ആളുകളെ അർഹതയില്ലാത്തവരായിട്ട് ഗവൺമെൻറ് തന്നെ ചിത്രീകരിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ കണക്കനുസരിച്ച്, സെൻസസ് അനുസരിച്ച് 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലായിട്ട് 4,85,000-ഓളം ആദിവാസികൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കണക്കിലെടുത്തിരിക്കുന്ന 6,400 ആദിവാസി വീടുകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നാണ്. അതിദരിദ്രരായിട്ട്. ആൺലത്തും അട്ടപ്പാടിയിലും എത്ര പേരുണ്ട്? എനിക്ക് നേരിട്ടറിയാവുന്ന, ഞങ്ങൾക്കെല്ലാവർക്കും, ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം നേരിട്ടറിയുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കിടക്കാൻ വീടില്ലാത്ത, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, നിലമ്പൂരിലുള്ള ചോലനായ്ക്കൽ ഉൾപ്പെടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുട്ടി അമ്മയുടെ തോളത്ത് കിടന്ന് മരിച്ച ഒരു വളരെ ദയനീയമായ ഒരു അനുഭവം പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ കാരണം? അവർക്ക് ഗതാഗത യോഗ്യമായൊരു സ്ഥലത്തേക്കെത്താൻ, വാഹനം പിടിച്ചു പോകാൻ, ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. എത്രയോ ആളുകൾ ഇപ്പോഴും ചോർന്നലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കണം, ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിട്ട് അർഹതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അർഹതയുള്ള എത്ര പേർ ബാക്കി നിൽക്കുന്നുണ്ട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലൈഫ് മിഷന്റെ വിവിധ പദ്ധതികൾ ഗവൺമെൻറ് ഏകോപിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള, മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഉള്ള പദ്ധതികൾ ഒന്നാക്കി മാറ്റി. അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞവർക്കുള്ള പദ്ധതികൾ എല്ലാം ഒന്നാക്കി മാറ്റിയിട്ട് പഞ്ചായത്തുകളിൽ അപേക്ഷ സ്വീകരിക്കുന്നു. അതിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷ നൽകി യോഗ്യരായിട്ടുള്ള ആളുകൾ, തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്ര പേര് വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും കണ്ട്, ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം കണ്ട്, കളക്ടർമാരെ കണ്ടത് അപ്പീൽ കൊടുത്ത് എത്ര പേരുണ്ട്? അവരെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പ്രചരണത്തിന് വേണ്ടി മാത്രം, വാചക കസർത്താണ്, നടപ്പിലാക്കാത്ത പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളും ഒരു തട്ടിപ്പാണ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രികയിൽ 2.5 ലക്ഷമാക്കുമെന്ന് പറഞ്ഞത് 2021 ഇലക്ഷനിലാണ്. 2,500 ആക്കുമെന്ന് പറഞ്ഞത് 2021 ഇലക്ഷൻ സമയത്താണ്.
റബ്ബർ സബ്സിഡി 250 ആക്കും ഒരു കിലോയ്ക്കെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാക്കായിരുന്നു. 4.5 കൊല്ലക്കാലം കഴിഞ്ഞു. 4.5 കൊല്ലം ഇതിന് അവസരം കിട്ടി. അന്നൊന്നും ഒരു പൈസ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ വാക്കുപാലിക്കാൻ നൽകാത്ത ഗവൺമെൻറ്റാണിപ്പോൾ. ഇലക്ഷനിൽ പരാജയം മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കാൻ എങ്ങനെയെങ്കിലും കഴിയുമോ എന്ന ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ. അത് ആത്മാർത്ഥതയില്ലാത്തതാണ്. ജനങ്ങൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കും. ശബരിമലയിൽ ഗവൺമെൻറ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പോലും കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണം കട്ടെടുത്ത പ്രതികളെ പിടിക്കാൻ, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ, നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ, അത് അന്വേഷണത്തിലൂടെ പ്രതികളെ ചോദ്യം ചെയ്ത് അതിൻ്റെ നഷ്ടപ്പെട്ട സ്വർണം ആർക്ക് വിറ്റു, എവിടെ സൂക്ഷിക്കുന്നു എന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കാനുള്ള നടപടികളൊന്നും വേഗത്തിലാക്കുന്നില്ല. പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ്. അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള, UDF നടത്തിയിട്ടുള്ള സമരങ്ങൾ തുടർന്ന് നടത്താനും ഞങ്ങൾ നിർബന്ധിതരാണ്. ഞങ്ങൾ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനിടയിൽ സമരം നിർത്തിവെക്കുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ തെറ്റുപറ്റി. ശക്തമാണ് ജനങ്ങളുടെ വികാരം, പ്രതിഷേധം അതിശക്തമാണ്. ഗവൺമെൻറ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഹൈക്കോടതിയാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ചോദ്യം ചെയ്യാനോ പോലും തയ്യാറാകുന്നില്ല. അവരെ സംരക്ഷിക്കാനും പഴയ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാനുമാണ് ഗവൺമെൻറ് തയ്യാറാകുന്നത്. അവരെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനും ഭരണത്തിൻ്റെ കവചമൊരുക്കി അവർക്ക് എല്ലാവിധ ഒത്താശ നൽകുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ അവരുടെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതെല്ലാം വിശ്വാസ സമൂഹത്തോടുള്ള വലിയ ചതിവാണ്. അതിനെയും കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ സഹകരണത്തോടെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഈ 4 ക്ലേശഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ 64,000 സർക്കാർ പറയുന്നത്. നമ്മൾ പറയുന്നത് തട്ടിക്കുട്ടിയെ കണക്കാണോ, വേറെ അതിൻ്റെതായ ആളുകളുണ്ട്? നമ്മൾ യാഥാർത്ഥ്യം വേറെ ഇല്ല. എന്തുകൊണ്ടാണ് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 4.5 ലക്ഷം പേരുണ്ട്? സെൻസസിലെ കണക്ക് എന്താണ്? നിയമസഭയിലെ മറുപടി എന്തായിരുന്നു? നിയമസഭയിലെ മറുപടി ഗവൺമെന്റ് പരിശോധിച്ചിട്ടല്ലേ? അത് ഭരണകക്ഷി MLA ചോദ്യത്തിന് തന്നെയാണ് മറുപടി, അല്ലേ? മമ്മിക്കുട്ടി ഭരണകക്ഷി MLAക്ക് മന്ത്രിമാർ കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ സാധിക്കും. യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർക്ക് യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ സാധിക്കും. ഇത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർക്ക് അത് നിഷേധിക്കാനുള്ളൊരു കുതന്ത്രമാണ്. പിന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചുള്ള ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്ന പറയുന്നത്. സഹകരണ സംഘങ്ങൾ പൊതുവിൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സഹകരണ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നിർബന്ധിച്ച് അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നവർക്ക് ഇത്ര ശതമാനം പൈസ അവിടെ നീക്കിയിരിപ്പുണ്ടാകണം എന്ന് ഫ്ലൂയിഡ് റിസോഴ്സ് നിബന്ധനയുണ്ട്. ഇത്ര ശതമാനം, 1 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് കരുതൽ ധനമായിട്ട് ഇത്ര പൈസ സംഘങ്ങൾക്ക് നിക്ഷേപം ഉണ്ടായിരിക്കണം എന്ന നിബന്ധന നിലനിൽക്കെ ആ നിബന്ധന മറികടന്ന് സംഘങ്ങളുടെ സാമ്പത്തിക ഭദ്രത എതിർക്കുന്ന രൂപത്തിൽ, ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഗവൺമെൻറ് സഹകരണ സ്ഥാപനങ്ങളെ പിഴിഞ്ഞ് ഇപ്പോൾ പണം സ്വരൂപിക്കുന്നത്. ഈ അതിദാരിദ്ര്യമുള്ളവരുടെ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു എതിർപ്പുണ്ടല്ലോ. സർക്കാരിന്റെ കണക്ക് നമ്മൾ അംഗീകരിക്കും. അപ്പൊ ഈ സർക്കാരിന്റെ ഈ കണക്കുകൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പർട്ട് ചെയ്ത് ഞങ്ങൾക്കിപ്പോ അതാണ് പറഞ്ഞ നേരത്തെ നിയമസഭയിലെ മന്ത്രിമാര് പറഞ്ഞ കണക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നവരുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഞങ്ങളുടെ അറിവിലുള്ള ആളുകളുണ്ട്. ഞങ്ങളെ സമീപിക്കുന്ന, അവരുടെ ജീവൽ പ്രയാസങ്ങളുമായിട്ട് സമീപിക്കുന്നവരുണ്ട്. ഇപ്പോഴും രോഗികളുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ എല്ലാ രോഗികൾക്കും ചികിത്സാ സൗകര്യം ഒരുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര പേരാണ് ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെട്ട് ഗുരുതരമായ രോഗം വരുന്നവർക്ക് എന്തെങ്കിലും സംരക്ഷണം കിട്ടുന്നുണ്ടോ? നാട്ടുകാരുണ്ടാക്കുന്ന ചികിത്സാ കമ്മിറ്റിയാണ് പലരും ആശ്രയിക്കുന്നത്. മുഴുവൻ രോഗികൾക്കും, പാവപ്പെട്ടവർ പ്രത്യേകിച്ച് വലയുകയാണ്, ചികിത്സാ വിഷയാർത്ഥം വലയുകയാണ്. എത്ര പേര് ഞങ്ങളെയൊക്കെ സമീപിക്കുന്നു?
ജനപ്രതിനിധികൾ എത്ര കമ്മിറ്റികളുടെ രക്ഷാധികാരികളാണ്. ഞങ്ങളൊന്നും അധികം ജോലി ചെയ്യുന്നില്ല ആ കാര്യത്തിൽ. നാട്ടുകാർ പൈസ ഉണ്ടാക്കുകയാണ്, ഞങ്ങളെ രക്ഷാധികാരികളാക്കി ഞങ്ങളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെ പല കമ്മിറ്റികളുടെ രക്ഷാധികാരിയാണ്. അല്ല, ചോദിച്ചതെന്ന് വെച്ചാൽ അത് ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഒരു ബദൽ കണക്ക് എന്ന മട്ടിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുമെന്നാണ്. ഞങ്ങൾക്കിപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കണക്കുകളുണ്ട്. അത് തിരിച്ച് സർക്കാർ പറയുന്നത് തെറ്റാണ്. നമ്മൾ സെൻസസിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ കൊടുത്തൊരു മറുപടി അല്ല. അവര് കൃത്യമായിട്ടുള്ള കണക്ക് അവർ അവതരിപ്പിക്കുന്നു. അല്ല, സെൻസസ് ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, നിയമസഭയിലെ മറുപടി ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിനെതിരെ ഒരു ബദൽ പറയാൻ കോൺഗ്രസിന് കഴിയുമോ? ഞങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ അംഗീകരിച്ചു, സെൻസസിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് അവർക്ക് വാദിക്കാൻ പറ്റുമോ? നിയമസഭയിൽ അവരുടെ അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. സമ്മതിച്ച കാര്യങ്ങൾ പിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞിടത്തോളം പ്രഖ്യാപിച്ചോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പ്രഖ്യാപിച്ചോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ കുറെ വലിയ പ്രഖ്യാപനങ്ങൾ വന്നല്ലോ. ഇത് അവരുടെ സ്ട്രാറ്റജി ആണല്ലോ. ആളുകളെ ഒരു ഓളം ഉണ്ടാകുന്നു, കുറെ പേർക്ക് വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ വരുന്നു. ഇതൊക്കെ കുറെ ആളുകളെ സ്വാധീനിക്കില്ല. അതിനെതിരെ കോൺഗ്രസിന് എന്ത് സ്ട്രാറ്റജിയാണ്? ഇല്ലില്ല, ജനങ്ങൾ അതിലെ കാപട്യം ശരിക്കും തിരിച്ചറിയും. ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരാളിപ്പോൾ ചോദിച്ചതായിട്ട് ഞങ്ങളെ യോഗത്തിൽ തന്നെ പറഞ്ഞു, ഇത് ശബരിമലയിലെ പൈസ, സ്വർണത്തിൻ്റെ വിറ്റ പൈസ എടുത്തിട്ടാണോ എന്ന് ചോദിച്ച ആളുണ്ട്. തട്ടിപ്പാണെന്ന് ശരിക്കറിയാം. കൊടുക്കാനാണെങ്കിൽ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ, മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കുമോ? പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് ക്ഷേമ പദ്ധതികൾ 2500 നൽകാനാണ് പ്ലാനെങ്കിൽ അതിന് മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കും. DA കുടിശ്ശിക തീർത്തു കൊടുക്കും. റബ്ബറിൻ്റെ സബ്സിഡി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത കാര്യത്തിലുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പാർലമെന്റ് ഇലക്ഷൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നടത്തിയ നവകേരള സദസ്സിൽ അന്നത്തെ ഭരണകക്ഷിയുടെ MP-യാണ് പാലായിലെ യോഗത്തിൽ തോമസ് ചാഴികാടൻ MP-യാണ് അന്ന് പറഞ്ഞത് റബ്ബർ സബ്സിഡി വർദ്ധിപ്പിക്കണം. അന്ന് മുഖ്യമന്ത്രി അതിനെ അവഗണിക്കുകയും ചാഴികാടനെ കളിയാക്കുകയും ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു 20 രൂപ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആത്മാർത്ഥത ഇല്ലായ്മ ആളുകൾക്ക് നന്നായിട്ട് തിരിയും. നെല്ല് സംഭരണം പാളി. അതാ അവരോട് ചോദിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങളൊന്നും അത്ര മനസ്സിലാക്കാൻ തിരക്കുള്ളവരായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിലപാട് തിരുത്തുന്ന ഞങ്ങളതല്ല. അവർ ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നടന്മാർ ഇത് വഞ്ചനയാണല്ലോ. നവംബർ 20 ശേഷമാണ് 3600 രൂപ കിട്ടുന്നത്. 1600 രൂപ കുടിശ്ശികയും 2000 രൂപ പുതിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിലേക്ക് ആളുകൾ പോകുന്നത്. അത് വലിയ വെല്ലുവിളി അല്ല എന്നാണ് കോൺഗ്രസ്. അല്ലല്ല, ജനങ്ങൾക്ക് ആർക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നൊക്കെ നന്നായിട്ടറിയാം. പൈസയൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ടൊന്നും നിർമ്മാണ തൊഴിലാളിക്ക് 17 മാസമായി പെൻഷൻ കിട്ടും. അതെ, നിർമ്മാണ തൊഴിലാളികളുടെ കാര്യം വിഷ്ണുനാഥ് തന്നെ നിയമസഭയിൽ കൊണ്ടുവന്നു. അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് മേടിച്ച പൈസ അംശാദായം മേടിച്ചവർക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യം, കല്യാണത്തിനും ആനുകൂല്യങ്ങൾ കിട്ടാതെ 17 മാസം പെൻഷൻ, 17 മാസമായി പെൻഷൻ കൊടുത്തിട്ട് നിർമ്മാണ തൊഴിലാളിക്ക്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് കിട്ടുന്ന പെൻഷൻ വളരെ തുച്ഛമായ പെൻഷൻ 6 മാസമായിട്ട് പെൻഡിങ് ആണ്. രോഗികളുടെ സഹായം. എന്നിട്ട് ഈ 10 കോടി, ഇപ്പോൾ 1.25 കോടി രൂപയാണ് ഇന്നത്തെ പരിപാടിയുടെ ചെലവ്. ഈ സിനിമാ നടന്മാരെല്ലാം വരുന്ന പരിപാടി ആരുടെ ചെലവിലാതെ പോകുന്നു. ആളുകൾ ടാർപാളിൻ ഷീറ്റിന് അടിയിൽ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്ന ആഘോഷത്തിനാണ് ഈ 2 കോടി 1.25 കോടിയും ഒക്കെ എടുത്തങ്ങ് ചെലവാക്കുകയാണ്. ശരി. ബിജെപിയുടെ മുൻ സംസ്ഥാന വക്താവ് MS കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് BJP നേതൃത്വത്തിലുള്ളവരെ സഹകരണ സംഘത്തിൽ അവരുടെ തന്നെ സഹകരണ സംഘത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് വായ്പ തിരിച്ചടയ്ക്കുന്നില്ല. ഒരു അനിൽകുമാർ എന്ന് പറയുന്ന കൗൺസിലർ നേരത്തെ മരിച്ചു. സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം കടന്നു പോകുന്നതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശരി, ഗൗരവത്തിലെടുക്കേണ്ടതാണ്, ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. ചുമതലകളെ ഭാരിച്ചതാണ്, അത് എല്ലാവരും കൂടി കൂട്ടായിട്ട് ഏറ്റെടുക്കുക. അപ്പൊ കാത്തിരിപ്പ് ഒരിക്കലും തെറ്റില്ല. എല്ലാരും കരുതന്മാരല്ലേ. പുതിയ എല്ലാ ഭാരവാഹികളെയും കേട്ടു. എല്ലാവരും പുതിയതെല്ലാവരും കേട്ടു.
പുതുതായിട്ട് വന്നില്ല. എല്ലാരും ജംബോ ജംബോ എന്ന് വിളിക്കുന്നു. പ്രസിഡന്റ് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ. അത്രയും കൂടെ ജോലി കൊടുക്കാനുണ്ട്. അതിലെ പോസിറ്റീവ് കാണുന്നില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് KPCC-ൽ ഇത്ര വനിതാ പ്രാതിനിധ്യം ഏറ്റവും ആദ്യമായിട്ടാണ് വനിതകൾക്ക്. നിങ്ങൾ ആരെങ്കിലും അത് പറയുന്നില്ല. ഏതാണ്ട് 10 പേരാണെന്ന് വനിതകൾ ഉള്ളത് KPCC. ചെറിയ ഞങ്ങളെ കരുത്ത് വർദ്ധിക്കും. നമുക്ക് 33 സെൽസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് KPCC-ക്ക്. അതിനെല്ലാം ഒരാളെ ചുമതല കൊടുക്കണമെങ്കിൽ തന്നെ 33 ഇരുത്താൻ നോക്കല്ല. ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ശരി, കാര്യം കൂടെ ചോദിച്ചു. ഇപ്പൊ നമ്മള് സർക്കാർ ഈ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല എന്ന് പറയുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ശീലമാക്കിയവരെ ആണ് അത് പറയുന്നതെന്നാണ്. അപ്പൊ ഉദ്ദേശിച്ചത് ഈ വയനാട്ടിലെ അത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന മകനെതിരെ അയച്ച നോട്ടീസ് ഉണ്ടല്ലോ, ED അയച്ച നോട്ടീസ്, ആ നോട്ടീസ് ഇങ്ങനെ ആകാശത്തിൽ കറങ്ങാണോ? ചോദിക്കാൻ വന്നത് ഈ വയനാട് അതുപോലെ തന്നെ മകളുടെ കേസ് എന്തായി? ആരാ തട്ടിപ്പിന്റെ ആൾക്കാർ? ഞങ്ങളെ ആക്ഷേപിക്കണ്ട. അല്ല, പറഞ്ഞ കാര്യങ്ങൾ ഈ വയനാട്ടിലെ വീടുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും കോൺഗ്രസിന്റെ നിങ്ങൾ പറഞ്ഞാണതല്ല. നിങ്ങളെ നിരാശരാക്കില്ല.